ബഹുമാന്യരായ സഹോദരന്മാരെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തിരുവചനത്തെ അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ കേൾവിക്കാരായ നിങ്ങളെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. ദൈവം എപ്പോഴും മനുഷ്യൻ്റെ പ്രാർത്ഥനയെയും ദൈവത്തോടുള്ള മനുഷ്യൻ്റെ ഭക്തിയെയും ഭയത്തെയും ഒക്കെയും ദൈവത്തിന് വളരെ ഇഷ്ടമാണ്. അങ്ങനെ സകല മനുഷ്യരും ദൈവത്തിൽ ഏകരായി വരണം എന്നാണ് തിരുവചനത്തിൽ കൂടി ദൈവം ഈ ലോകത്തോട് സംസാരിക്കുന്നത്. കാരണം സകല മനുഷ്യരെയും ദൈവത്തിന് അനുഗ്രഹിക്കണം, അല്ലാതെ ആരെയും ദൈവം തള്ളിക്കളയുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് ലോകത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് സകല മനുഷ്യരും വിശ്വസിച്ചിരിക്കുന്നത് ഏറ്റവും വലിയ സാമ്പത്തിക സ്ഥിതികളെ ദൈവം മനുഷ്യന് നൽകും എന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ഒരിക്കലും തിരുവചനം പറയുന്നില്ല. സാമ്പത്തിക സ്ഥിതി മനുഷ്യന് നൽകി അവനെ അനുഗ്രഹിക്കുമെന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. മറിച്ച് ആത്മീയമായി മനുഷ്യനെ ബോധവാനാക്കുകയും ആ ആത്മീയമായ വളർച്ചയിൽ കൂടി ഓരോ മനുഷ്യനും തൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും വലിയ ഐശ്വര്യത്തോടെയും കൂടെ വർദ്ധിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അതിലുപരി ഒരു മനുഷ്യനും നശിച്ചു പോകരുതേ എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ നശിച്ചു പോകാതെ ദൈവം മനുഷ്യനെ കാത്തു പരിപാലിക്കുന്നത് ദൈവത്തെ മനുഷ്യൻ ബഹുമാനിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുമ്പോൾ, അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യരെ ദൈവം അനുഗ്രഹിക്കും. അതേറ്റവും വലുത് അവരുടെ ജീവിതത്തിൽ വലിയ സമാധാനവും സന്തോഷവും പകർന്നു കൊടുക്കുന്നതാണ്. അതിലും വലിയൊരു അനുഗ്രഹമില്ല. ഇന്ന് പലരും പല കാര്യങ്ങളിൽ ദുഃഖിതരാണ്. അതിൽ നിന്ന് ദൈവത്തിന് മാത്രമേ അവരെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിന് മാത്രമേ അവരെ അവരുടെ വേദനകളിൽ നിന്നൊക്കെയും വെടിവെക്കുവാൻ കഴിയുകയുള്ളൂ എന്ന തിരുവചനം വളരെ വ്യക്തമായി തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അതിന് അനേകം സംഭവങ്ങൾ നമ്മുടെ കൺമുൻപിൽ നിന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയുമാണ്. ആയതിനാൽ പ്രിയമുള്ളവരെ, ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിന് ഏറ്റവും അധികം വിശ്വാസം നൽകുകയും ആ വിശ്വാസത്തിൽ കൂടി ജീവിക്കുകയും ചെയ്യുമ്പോഴാണ് ഓരോ മനുഷ്യനും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നതും അവർ മുഖാന്തരം മറ്റുള്ളവർ ദൈവത്തെ അന്വേഷിക്കുവാനും ഇടയായി തീരുന്നത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഇപ്പോൾ ഇവിടെ കാണുവാൻ കഴിയും, തിരുവചനത്തിൽ അനേക സ്ഥലങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് വിശ്വാസം എന്ന കാര്യത്തെ പറ്റിയാണ്. ദൈവത്തിൽ വിശ്വസിക്കാത്ത മനുഷ്യൻ കടലിലെ തിരമാലകൾ പോലെയാണെന്നാണ്. ഒരു തിര കരയിലേക്ക് വരികയും അത് തിരിച്ചു പോവുകയും പിന്നെയും വരികയും പിന്നെയും തിരിച്ചു പോവുകയും ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെ ദൈവത്തിൽ ഉറച്ച വിശ്വാസമില്ലാത്ത മനുഷ്യൻ്റെ അവസ്ഥയിലാണ്. അവരൊരു സ്ഥലത്തും ഉറച്ചല്ല നിൽക്കുന്നത്. അവർ ചിലപ്പോഴൊക്കെ ദൈവത്തെ ആശ്രയിക്കും, ചിലപ്പോഴൊക്കെ മാത്രം.
അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം: മനുഷ്യർ ബുദ്ധി കൊണ്ട് ദൈവത്തെ ആരാധിക്കും, എന്നാൽ അവരുടെ ജഡം കൊണ്ടോ അവർ ലോകത്തെ സ്നേഹിക്കുകയും ലോകത്തിലെ സുഖങ്ങളെ അന്വേഷിച്ചു പോകുകയും അതനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും മനുഷ്യൻ. അപ്പോൾ അങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്നത്. ബുദ്ധി കൊണ്ട് മാത്രമല്ല ദൈവത്തെ ആരാധിക്കേണ്ടത്, ദൈവത്തിൽ വിശ്വസിക്കേണ്ടത്, ദൈവത്തെ ആശ്രയിക്കേണ്ടത്. അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹമായി തന്നെ അതിനെ അവൻ കാണുകയും അതിനുള്ള വിശ്വാസം അവന് ദൈവത്തിൽ ഉണ്ടായിരിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് യഥാർത്ഥം. ഇവിടെ പറയട്ടെ, അറിവിൻ്റെ ആഴത്തിൽ കിടക്കുന്നത് വിശ്വാസമാണ്. ഓരോ മനുഷ്യൻ്റെയും അറിവിൻ്റെ ആഴങ്ങളെ പരിശോധിച്ചു നോക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയുന്നത്, അവിടെയുള്ളത് വിശ്വാസം തന്നെയാണ്. ആ വിശ്വാസം ദൈവത്തിലായിരിക്കണമെങ്കിൽ ആ മനുഷ്യൻ ദൈവമാരാണെന്നറിയുകയും ആ ദൈവത്തിൽ കീഴടങ്ങി ഇരുന്നു കൊണ്ട് ആ ദൈവത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. അതാണ് ഇവിടെ പറയുന്നത്. അറിവിൻ്റെ ആഴത്തിൽ കിടക്കുന്നത് വിശ്വാസമാണ്, അറിയുവാൻ വേണ്ടി വിശ്വസിക്കുക എന്ന്. അപ്പോൾ ദൈവം ആരാണ് എന്നറിയണമെങ്കിൽ നാം ദൈവത്തിൽ വിശ്വസിക്കണം. ദൈവത്തിൽ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നത്. ദൈവത്തിൽ വിശ്വസിക്കാത്ത ഒരു മനുഷ്യനും ദൈവത്തിൽ നിന്ന് യാതൊരു അനുഗ്രഹങ്ങളും ലഭിക്കുകയില്ല എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ 3 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യങ്ങൾ പറയുകയാണ്: ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു, ലോകത്തെ ജയിക്കുന്ന ജയമോ നമ്മുടെ വിശ്വാസം തന്നെ. യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? ലോകത്തെ ജയിക്കുവാൻ ഒരു മനുഷ്യനും സ്വയം എത്ര കഴിവുള്ളവനാണെങ്കിലും കഴിയുകയില്ല. കാരണം ലോകം മനുഷ്യനെ എപ്പോഴും ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ആകർഷണ വലയത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷപ്പെട്ട് മാറണമെങ്കിൽ, അതിൻ്റെ പാപങ്ങളിൽ നിന്ന് അവൻ രക്ഷപ്പെടണമെങ്കിൽ, പാപത്തിൽ നിന്ന് അവൻ വിടുവിക്കപ്പെടണമെങ്കിൽ തീർച്ചയായും അവൻ ദൈവത്തിൽ ആശ്രയിച്ചെങ്കിൽ മാത്രം, ദൈവത്തിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ അതിന് കഴിയുകയുള്ളൂ. അതാണ് ദൈവത്തിൽ നിന്ന് ജനിച്ചവനൊക്കെയും ലോകത്തെ ജയിക്കുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ദൈവത്തിൽ നിന്ന് ജനിക്കണമെങ്കിൽ തിരുവചനം പറയുന്നത് എങ്ങനെയാണ്? ഒരു മനുഷ്യൻ, പഴയ മനുഷ്യൻ പുതിയ സൃഷ്ടിയായി മാറണം. പുതിയ സൃഷ്ടിയായി മാറണമെങ്കിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇപ്രകാരമാണ് പറയുന്നത്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. അവനുള്ള പഴയ മനുഷ്യനെ യേശു ക്രിസ്തു മരിച്ച അതേ ക്രൂശിനോടും കൂടെ ചേർത്ത് തറച്ചു എന്നാണ് തിരുവചനം പറയുന്നത്. അപ്പോൾ പഴയ മനുഷ്യൻ, പാപിയായ മനുഷ്യൻ, ദൈവത്തെ അനുസരിക്കാത്ത മനുഷ്യൻ, ദൈവത്തെ അറിയാത്ത മനുഷ്യൻ, ഈ ലോകത്തെ സ്നേഹിച്ച് ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ കൊണ്ട് ജീവിക്കുന്നവൻ, ആ മനുഷ്യൻ ഒരിക്കലും ലോകത്തെ ജയിക്കുവാൻ കഴിയുകയില്ല. അവൻ വീണ്ടും വീണ്ടും ലോകത്തിൻ്റെ ആകർഷണ വലയങ്ങളിലേക്ക് പെട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊക്കെയും അവൻ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരുവചനം പറയുന്നു. അതാണ് ഇവിടെ പറയുന്നത്. പ്രിയമുള്ളവരെ, ലോകത്തെ ജയിക്കണമെങ്കിൽ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനായിരിക്കണമെന്ന്. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ ആരാകുന്നു ലോകത്തെ ജയിക്കുന്നവൻ? യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നും എന്നെ ഈ ലോകത്തിൻ്റെ വഞ്ചനയിൽ നിന്നും അതിൻ്റെ പിടിയിൽ നിന്നും രക്ഷിക്കുവാൻ മറ്റാർക്കും കഴിയുകയില്ല, യേശുവിന് കഴിയും എന്ന് വിശ്വസിക്കുകയും യേശു അതിനു വേണ്ടിയാണ് മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നതും 33.5 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ചിരുന്നതും ദൈവരാജ്യത്തെപ്പറ്റി ലോകത്തോട് വിളിച്ചു പറഞ്ഞതും അവരുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ് ഞാനിവിടെ ക്രൂശിക്കപ്പെടുന്നതും എന്നൊക്കെയും ഇവിടെ യേശു തന്നെ പറയുകയും അപ്പോസ്തലന്മാരിൽ കൂടി പറയിപ്പിക്കുകയും ചെയ്തതായിരിക്കുന്ന കാര്യങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം പറയുന്നത്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരും എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്നാണ്. അപ്പോൾ ജീവിതത്തിൽ അധ്വാനിക്കണം, ഭാരം ചുമക്കണം. എന്നാൽ ആ പ്രവൃത്തികൾ കൊണ്ടൊന്നും ഒരു മനുഷ്യനും ഒരാശ്വാസവും ലഭിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുകയില്ല.
അധ്വാനവും ഭാരവും അവനെ എന്നും തളർത്തിക്കൊണ്ടിരിക്കും. അവൻ്റെ ജീവിതത്തിൽ അവന് യാതൊരു മുന്നേറ്റവുമില്ല. അവൻ്റെ ജീവിതത്തിൽ അവനൊരു പുരോഗതിയുമില്ലാതെ അവൻ ഓരോ ദിവസവും തളർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യത്തെ ദൈവം അറിഞ്ഞതുകൊണ്ടാണ് ഇപ്രകാരം കർത്താവായ യേശുക്രിസ്തു വിളിച്ചു പറയുവാൻ ഇടയായത്. അധ്വാനിക്കുന്നവനും ഭാരം ചുമക്കുന്നവനും എൻ്റെ അടുക്കൽ വരും, എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. മറ്റാർക്കും കഴിയുകയില്ല. ഈ ലോകം അവൻ്റെ ശിരസിലേക്ക് ഓരോ ദിവസവും കുറെ കൂടി ഭാരമുള്ള ചുവടാണ് വെച്ചു കൊടുക്കുന്നത്. ഈ ലോകം അവനെ എപ്പോഴും അധ്വാനിക്കുവാൻ പ്രേരിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ അവൻ്റെ അധ്വാനത്തിനോ ശരിയായ ഫലം ലഭിക്കുന്നുമില്ല. അവൻ്റെ ജീവിതത്തിൽ കഷ്ടത മാത്രമാണുള്ളത്. അങ്ങനെയുള്ളവരോടാണ് യേശു പറഞ്ഞത്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. അപ്രകാരമുള്ള മനുഷ്യരെ ദൈവത്തിനല്ലാതെ മറ്റാർക്കും ആശ്വസിപ്പിക്കുവാൻ കഴിയുകയില്ല. ദൈവത്തിന് കഴിയുന്നത് മറ്റുള്ളവർക്കും കഴിയുകയില്ല എന്ന് ഈ വാക്യത്തിൽ കൂടി പ്രിയമുള്ളവരെ നമുക്ക് കാണുവാൻ കഴിയും. ദൈവശക്തിയിൽ കാക്കപ്പെടുന്നു എന്നുള്ള കാര്യം ഇവിടെ 1 പത്രോസ് 1-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ കൂടി ഈ ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ കാക്കപ്പെടുന്നതും അവിടെ ക്ഷയം, മാലിന്യം, വാട്ടം അതൊന്നുമില്ലാത്ത ഒരു പുതിയ അനുഭവം, ഒരു പുതിയ ജീവിതം നിങ്ങൾക്കായി ദൈവം അവിടെ ഒരുക്കിയിരിക്കുകയാണ്. ആ ഒരുക്കിയിരിക്കുന്ന ആ നിത്യമായ അവസാനമില്ലാത്ത ആ സൗഭാഗ്യത്തിലേക്ക് ഓരോ മനുഷ്യനും പ്രവേശിക്കണമെങ്കിൽ തീർച്ചയായും അവർ പുതിയ സൃഷ്ടിയായിരിക്കണം, അവർ പുതിയ മനുഷ്യനായിരിക്കണം. പഴയ മനുഷ്യന് ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പഴയ മനുഷ്യൻ ഒരിക്കലും ആ സ്വർഗീയ രാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. അവിടെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നതായ ഒരു നന്മകളും അവൻ അനുഭവിക്കുവാൻ കഴിയുകയുമില്ല എന്ന് തിരുവചനം നമ്മെ ഇവിടെ ബോധ്യപ്പെടുത്തുകയാണ് എന്ന് നാം അറിയണം. സ്വർഗത്തിൽ കാക്കപ്പെടുന്നതും മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ സംശയിക്കാതെ വിശ്വാസം ഉള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല, ഈ മലയോട് നീങ്ങി കടലിലേക്ക് ചാടിപ്പോകുക എന്ന് പറഞ്ഞെന്നാൽ അതും സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യൻ്റെയും മുൻപിൽ തടസ്സമായി നിൽക്കുന്നതും അത്തിയെപ്പോലെ നിൽക്കുന്നതും അല്ലെങ്കിൽ തീർച്ചയായും പർവ്വതം പോലെ അല്ലെങ്കിൽ മല പോലെ നിൽക്കുന്നതുമായ ചില തടസ്സങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ മുൻപിൽ, നമ്മുടെ അനുഗ്രഹങ്ങൾക്ക് തടസ്സമായി, ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾക്ക് കടന്നു പോകുവാൻ കഴിയാതെ തടസ്സമായി നിൽക്കുന്ന ഓരോന്നിനെയും കുറിച്ചാണ് ഇവിടെ പറയുന്നതെന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ. ആകയാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വാസമുള്ളവരായാൽ നമുക്ക് തീർച്ചയായും ദൈവത്തിങ്കലേക്ക് കടന്നു പോകുവാൻ